അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഔലിയാക്കളെ ഇവിടെ മനസ്സിലാക്കപ്പെടുന്നതിൻ്റെ മാർഗം അത് മറ്റു മഹാന്മാർ ഔലിയാക്കൾ തന്നെ ഇവിടെ വിവരം അറിയിക്കും. അത് നമ്മൾ സാധാരണ കേട്ട് പോരുണ്ടല്ലോ, ലാ യാരിഫുൽ വലിയ, അതൊരു വലിയനെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് മറ്റൊരു വലിയനാണ്, അല്ലാത്തവർക്ക് സാധ്യമല്ല. അപ്പം ഇപ്പോൾ നമ്മളെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച ഓരോ മഹാന്മാർ ഓരോ കാലത്ത് വരുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള മറ്റു ഔലിയാക്കൾ അവരും അറിയിപ്പ് നൽകിക്കൊണ്ടുണ്ടാവും. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പറയാം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ വിഷയത്തുള്ളതുപോലെ ഇപ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, ഈസാ നബി പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാരൊക്കെ. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള കുറേ പുരോഹിതന്മാര് ഒക്കെ പറഞ്ഞു തരണല്ലോ, ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ. ഇതുപോലെ ഷെയ്ഖ് ജീലാനി തങ്ങൾ വരുമ്പോൾ അവർ ആ കാലഘട്ടത്തിൽ വലിയ വലിയ മഹാന്മാർ പറയുന്ന ഒരു കുട്ടിയോടെ വരാണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പിന്നെ ഷെയ്ഖുന മടവൂര് അവരെ വിരാദത്തിന്റെ മുന്നേ അവിടുത്തെ വാപ്പ തന്നെ വലിയ ആളായിരുന്നു. വാപ്പാക്ക് ബിഷാറത്തുണ്ടായി, ജനന ദിവസം മറ്റു ഔലിയാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞണ്ടാടി ഷെയ്ഖ് ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് പൊതുജനങ്ങളെ മുമ്പിലുള്ള അതിനെ മാർഗം. അങ്ങനെയാണ് അവർ അതാണ് അതിന്റെ വഴി. അപ്പൊ ഇപ്പൊ ചില ഉസ്താദന്മാരൊക്കെ അവരുടെ പ്രസംഗങ്ങളിലും അതേപോലെ സനദ്ദാന സമ്മേളനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഏതോ ഒരു വലിയനെ കണ്ട് ഓരോ പിന്നാലെ പോകാൻ നിൽക്കണ്ട, നമ്മളത് ശരീഅത്തിന്റെ അളവുകോൽ കൊണ്ട് അളക്കണം. ഇത് ശരീഅത്തിന്റെ അളവുകോൽ എന്ന് പറഞ്ഞാൽ സംഭവം എന്താണ്? അതെ, അത് ഇതൊരു വ്യാപകമായ ഒരു സംസാരമാണ്. പലപ്പോഴും ഒരു വലിയ എന്ന് കേട്ടാൽ പിന്നെ അത് ശരീഅത്ത് കൊണ്ട് അളക്കണം. അപ്പം നമ്മളെ നാട്ടിലുള്ള പിന്നെ എല്ലാ ഒരു ബിരുദെടുത്ത് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഒരൊറ്റത് പ്രസംഗിക്കണവരാ, നമ്മൾ ശരീഅത്ത് കൊണ്ട് അളക്കണം. പക്ഷേ ഈ ശരീഅത്ത് കൊണ്ട് അളക്കെന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ ശരീഅത്ത്? അത് ഇവിടെ ഇവര് മനസ്സിലാക്കണത് നമ്മുടെ നാട്ടിലിപ്പം എല്ലാവർക്കും അറിയാലോ. ഇപ്പം നമ്മളൊരു കുട്ടികൾ ദർസിൽ പോയാൽ മുൻകാലത്തൊക്കെ 18 കൊല്ലം ഓതിനി ദർസിൽ. അതിൻ്റെ മുന്നുള്ള ആൾക്കാരായാലും തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളെ കാലമൊക്കെ ഇപ്പം നമ്മളൊക്കെ 12 കൊല്ലം മൊത്തത്തിൽ ദർസ് പഠനമുണ്ടായി. ഇപ്പം അതിൽ 5 കൊല്ലം ഓൺലൈനിൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പല കോഴ്സുകളാണ്. അപ്പം എന്തോ കുറച്ച് ഫത്തുൽ മീനോ ഒരു ഫിഖിൻ്റെ 2 കിതാബ്, പിന്നെ ഹദീസിൻ്റെയും തഫ്സീറിൻ്റെ ഏതോ 2 കിതാബ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഭൂരിഭാഗം നമ്മൾ ഈ പറഞ്ഞ മന്തിക്ക് അഫ്ലാക്ക് ഇങ്ങനത്തെ ഇതിമലാണ് കെട്ടി മാറേണ്ടത്. ഇതാണ് ഇപ്പോൾ ഇവരെ കയ്യിലുള്ള ഈ ശരീഅത്ത്. എങ്ങനെയാണ് ഇവർ ഈ അളക്കാൻ പോണത്? ശരീഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 മദ്ഹബനെ പറയണത്. ഇപ്പം നമ്മൾ ഷാഫി മദ്ഹബിൽ തന്നെ ആ മദ്ഹബിൻ്റെ ഉള്ളിലുള്ള ആറാകൾ, അഭിപ്രായങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശരീഅത്താണല്ലോ. ഇനി 4 മദ്ഹബ് മാത്രമല്ലല്ലോ, 4 മദ്ഹബ് മഷ്ഹൂറായതാണ്. അതായത് ബാഹ്യമായിട്ട് ഇപ്പം ലോകത്ത് അറിയപ്പെട്ട ശരീഅത്തിന്റെ അതും മാത്രമല്ലല്ലോ ശരീഅത്ത്. ക്രോഡീകരിക്കപ്പെടാത്ത ഒരുപാട് ഇമാമിങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാറാകളും ശരീഅത്താണ്. അപ്പോൾ ഒരാളൊരു മഹാനെയൊക്കെ ശരീഅത്ത് കൊണ്ട് അളക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എന്തോ ഒരു വിഷയം വെച്ച് അളക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ശരീഅത്തോണ്ട് അളക്കലാവില്ല, ഓൻ്റെ ഒരു അളവേ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇബ്രീസ് എന്ന് പറഞ്ഞ കിതാബിലൊക്കെ കാണാം, ശരീഅത്ത് കൊണ്ട് ഒരാൾ അളന്ന് ഇതാക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇല്ലാമൻ അഹാത്ത ബിശരിയ, ശരീഅത്ത് കൊണ്ട് ഇഹാത്തത്തുള്ള ആളുകളാകണം. അതാരാ? അത് ഹബീബായ റസൂലുള്ളാഹിയാണ്, അല്ലെങ്കിൽ മുത്തനബിന്റെ കദമിൽ വരുന്ന മഹാന്മാരാണ്. ഓൽക്ക് ഈ ശരീഅത്തോട് അളക്കാൻ കഴിയുള്ളൂ. കാരണം ശരീഅത്ത് ഓൽക്കേ അറിയുള്ളൂ. അതല്ലാതെ കേവലം നമ്മളെപ്പോലെ എന്തോ 2 ഹർഫ് പഠിച്ച ആൾക്കാർക്കൊന്നും ഇവിടെ, കാരണം നമ്മളെ അടുത്ത് ഇല്ലല്ലോ. കാരണം പിന്നെ ശരീഅത്ത് ഇപ്പം നമ്മളെ നാട്ടിൽ നോക്കി, ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ മലബാറിൽ പറയാം, ഒരാൾ ജുമാക്ക് പോയില്ല, നമ്മൾ പെട്ടെന്ന് അയാൾ ജുമാക്ക് നിസ്കരിക്കണില്ല, അയാൾ ശരീഅത്ത് വിരുദ്ധാണ്, ഒറ്റയ്ക്ക് പലതും അറിയാം. നമ്മൾ ഇപ്പോൾ മുമ്പ് ഒരു പട്ടാമ്പി ഭാഗത്തൊക്കെ ഒരു വലിയ ആലിമ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരക്കാട് സൈദലി മുസ്ലിയായിരുന്നൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് പല പണ്ഡിതന്മാരും അതേമാതിരി എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. തിരൂര് ഒരു അബ്ദുറഹീം മുസ്ലിയാരുണ്ട്, കാര്യപ്പെട്ട പണ്ഡിതന്മാരാണ്. ഒരു വിലായത്തിൽ അറിയപ്പെട്ട അങ്ങനൊന്നുമല്ല, മഷൂറായ ആലിമീങ്ങൾ. ഇവർ ജുമാക്ക് പോണില്ല. അപ്പോൾ ഒരാൾക്കാർ ഒരു ശരീഅത്തിന് നാടന്മാരെന്നെ പറയും, നാടന്മാർക്കും ഇപ്പോൾ ജുമാ ഓർക്കും ശരീഅത്താണല്ലോ. നാടന്മാർ വരെ ഇതുപോലെ ശരീഅത്ത് വിരുദ്ധരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത നോക്കുമ്പോൾ ഓർക്ക് ജുമാ ഓല നെറിലെന്തില്ല, ഇവിടുത്തെ ജുമാ കബൂലല്ല, കാരണം മൈക്ക് പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. മനസ്സിലാക്കണം. കാരക്കാട് സൈദലി മുസ്ലിയാർ എന്നിട്ട് എത്രത്തോളം കാര്യങ്ങൾ മൂപ്പര് ദർസ് നടത്തിയ പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ മൂപ്പരടുത്ത് മുദരിസ, പക്ഷെ മൂപ്പരത് സ്വീകരിക്കൂല. എന്നിട്ട് മുകളിൽ റൂമിൽ മൂപ്പരുണ്ടാവും, മൂപ്പര് ദൂരസ്കരിക്കും. ശരീഅത്താണ് ഇപ്പം, അതിപ്പോൾ ശരീഅത്ത് തന്നെയല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ സംസ്ഥാന സദഖത്തുൽ മൗലിയാർ കേട്ടിട്ടുണ്ടല്ലോ.
അപ്പോൾ ഒരാൾ ജുമാക്ക് പങ്കെടുക്കൂലെങ്കിൽ അയാൾ മൈക്കാന്നുള്ള ഒരു സൗത്തിന്റെ പ്രശ്നം ഇവിടെ ശരീരത്തിന്റെ ജുസായി വന്ന് കിടക്കുകയാണ്. അങ്ങനെ പല പണ്ഡിതന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഔലിയാക്കള അവസ്ഥകളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും? ഉദാഹരണമായിട്ട് അപ്പോൾ ഒരാൾ ശരീഅത്ത് വിരുദ്ധൻ എന്ന് പറയണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ നമ്മളെ എന്തോ 2 ഹർഫ് പഠിച്ച ഒരു മൂല്യാരും ഇതിന് യോഗ്യനല്ല. അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുഷാവറമ്പർമാരായാലും മുഷാവറമ്പറായിരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഓരോടെത്തി. അപ്പോൾ ബാഹ്യമായിട്ട് ഇവിടെ ഷാഫി മദ്ഹബ് തന്നെ ഒന്നുമല്ല, എത്തുന്നില്ല നമ്മൾ. എന്നിട്ടല്ലേ മഹാന് ശരീഅത്ത് കൊണ്ട് അളക്കാനറിയാം. അപ്പോൾ ഈ ശരീഅത്ത് കൊണ്ട് അളക്കാം, അതിന് ശരീഅത്ത് കൊണ്ട് മുഹീത്താകണം. അത് ഹബീബായ റസൂലുള്ളാഹിയാണ്. അല്ലെങ്കിൽ ആ സമ്പൂർണ്ണ കഥമിലാകണം. അത് വലിയ വലിയ അക്താബീങ്ങൾ തന്നെ ആവുള്ളൂ. അപ്പോൾ ഒരാളൊന്നുള്ളൂ, ഓർക്കത് പറയാൻ കഴിയും ചെയ്യും. അതാണ് ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മളെന്തോ പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് അതിനെതിരെ കാണുമ്പോൾ ശറഈ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീഅത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു അപകടമാണ്. പക്ഷെ അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ കുട്ടികളെന്ന് പഠിപ്പിക്കുകയാണ്. ആ ലൈസൻസ് കൊടുക്കുക എല്ലാവരും. എന്നിട്ട് എന്തോ ബാഹ്യം ഇങ്ങനെ കണ്ടാൽ ഇവിടെ സ്ഥിരപ്പെട്ട വലിയ പാര. ഇപ്പോൾ മമ്പുറം കുത്തുബുസ്സമാൻ തങ്ങളെ തന്നെ എതിർത്ത് നമ്മൾ കേട്ടില്ലേ? ആ തിരൂരങ്ങാടി കാതി തങ്ങൾ ജുമാക്ക് വരില്ല കുറേ പറഞ്ഞപ്പോഴാണ് തങ്ങൾ ജുമാക്ക് വന്നിച്ച് ജുമാലില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുത്തുബുലാന ഷെയ്ഖുന മടവൂരത്ത് ചോദ്യം ചെയ്യാൻ പോയ മൂല്യാരോണ്ട് ഷെയ്ഖ് സക്കരിയ അൻസാരിനെ അറിയാമെന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിക്ക് പഠിക്കുക. കാരണം സക്കരിയ അൻസാരി പറയുന്നുണ്ട് നിങ്ങളെ നോട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് കണ്ടില്ലാച്ച ശറഈ വിരുദ്ധനാ പറയാൻ നിൽക്കണ്ട. മമ്പറം നിങ്ങൾ സ്വർണ്ണമുദ്രം ധരിച്ചു എന്നാ എങ്ങനെ ഇപ്പോൾ മമ്പറം നിങ്ങൾ ഉറൂസ് പറ്റുമോ? മമ്പറം നിങ്ങൾ ജദ്ബ എന്ന് പറയാൻ പറ്റുമോ? കാരണം വലിയ കുത്തുബി ദർജ നടക്കുന്ന സമയത്താണ് ഇതൊക്കെ എഴുതി വെച്ച് പാങ്ങിലായ മുട്ടില്ല. പക്ഷെ ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പല ഇപ്പോഴത്തെ വലിയ സുന്നി എന്ന് പറഞ്ഞ മൂല്യന്മാർക്ക് ഓല് പറയണ മൗലിദ് ആരോ കെട്ടിച്ചമച്ച് കയറ്റി കൂട്ടി ഉണ്ടാക്കിയതായിരിക്കും. അവർക്ക് പോവാണ് അർത്ഥം മാറ്റി വെക്കുക. തഹത്തമെന്ന് സ്വർണ്ണസീരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നില്ലല്ലോ. അങ്ങനെ വെച്ചാലും പ്രശ്നമാണ്. അത് വേറെ അത് പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പോവുകയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് മഹാന്മാർ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തും എല്ലാവർക്കും ഉണ്ട്. മഹാന്മാർക്ക് മഖ്സൂസായ ശരീഅത്ത് തന്നെ ഉണ്ട്. കാരണം അവരെ വഴി ചൊല്ലില്ല ഞാനൊന്നും ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. അത് അവരെ ശരീഅത്ത്. അതാണ് ഇന്നാ ജഅൽനാക അല ശരീഅത്തിൻ. റസൂലുള്ളാഹിനോടാണ് നിങ്ങൾക്ക് പ്രത്യേക നിയമമുണ്ട്. ഞമ്മക്കല്ലേ നമ്മളോട് വമാ ആതാക്കുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങൾ റസൂൽ എന്താ പറഞ്ഞ അനുസരിച്ച് ചെയ്തോളി. റസൂലുള്ളാഹി അങ്ങനെയൊക്കെ എന്തൊക്കെയാ റസൂലിന് പ്രത്യേകം വകുപ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ലാഹിറാണല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വസ്തുതകൾ. അല്ലാതെ നമ്മൾ അപ്പോൾ ശരീഅത്ത് കൊണ്ട് അളക്കണമെങ്കിൽ മഹാന്മാരെ ശരീഅത്തിനെ കുറിച്ചും കൂടി ധാരണ വേണം. അപ്പം ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് കൊടുക്കുന്ന നിയമമാണ്. ഓലൊക്കെ നിയമാടിസ്ഥാനത്തിൽ അവിടെ നീങ്ങണത്. മഹാന്മാർ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നൊക്കെ നേരിട്ട് വിവരമുള്ളവരാ. ഓല ശരീഅത്ത് അതാണ്. അപ്പോൾ ഓൽക്ക് പ്രത്യേക ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു അതുണ്ടല്ലോ. അപ്പം മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലേ തൃശ്ശൂർ ഒരു ഉലമാ സമ്മേളനത്തിൽ അന്ന് എ പി ഉസ്താദ് പ്രസംഗിച്ച്. ഉലമാ സമ്മേളനത്തിലാണ്, നാടന്മാര സമ്മേളനത്തിലല്ല. ഉലമാ സമ്മേളനത്തിൽ അഹമ്മദുൽ ബദവി തങ്ങളെ സംഭവമൊക്കെ പറഞ്ഞിട്ട് പറയണ്ടല്ലോ. അപ്പം ചില മൂല്യന്മാരെയും ചോദ്യം ചെയ്യാൻ പറഞ്ഞാൽ അതിന് പോകണ്ട. ഇമാം ഷാറാനി തങ്ങളെ ഉദ്ധരണിയൊക്കെ ഉദ്ധരിച്ചിട്ട് മഹാന്മാർക്ക് പ്രത്യേകമായ ശരീഅത്തുണ്ട്, നിങ്ങളത് നോക്കണ്ട, നിങ്ങൾ ഏറ്റുപിടിച്ചു പോയച്ചാൽ മതി. അപ്പം ഈ ഔലിയാക്കളായി പറയപ്പെടുന്ന ആൾക്കാരെ നമ്മളെന്തോ ശരീഅത്ത് കൊണ്ട് അളക്കണം എന്നൊക്കെ ഈ കൊട്ടിപ്പാടി നടക്കണതും സഫാത്താണ്. ഈ പറയുന്ന ആൾക്ക് തന്നെ അതിന് യോഗ്യതല്ല. ഇപ്പം ശരീഅത്തിന്റെ ബാലപാഠം ഒടി എടുത്തിട്ടില്ല. നമ്മളെന്തൊരു ഫത്വയും പഠിച്ചോണ്ടൊന്നും ശരീഅത്ത് പൂർത്തിയാവില്ലല്ലോ. ശരീഅത്തിന്റെ ഇപ്പം നിയമം ഒരു ഫിഖ്ഹിൽ തന്നെ എന്തൊക്കെ കാഴ്ചപ്പാടുണ്ടാവും. ഈ ആൾ ഏത് നിരക്ക് പ്രവർത്തിക്കുന്നു പറയാം. മാത്രമല്ല മഹാന്മാരുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള വഴികളാണ്. അവരതേ നോക്കൂ. അതിലെ മെദീശേൻ്റെ ആ മത്തിന് ഏകൽ കൂടാതെ ഞാനും ചെയ്തില്ല ഒന്നുമേ, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ അപ്പുള്ള കിതാബും ദിവസം നോക്കിയിട്ടല്ലേ ഞാൻ പോണത്. എനിക്ക് വേറെ വിവരം വരണം. അതാണ് മൂപ്പരെ ശരീഅത്ത്. അത് അള്ളാഹു അമ്പിയാക്കളെ ഔലിയാക്കളെ ആ നിലക്ക് ഇസ്തിഫാ ചെയ്ത് തന്നെയാണ്. അല്ലാതെ അതുകൊണ്ടാണ് അവർ മുക്കല്ലിദീങ്ങളെല്ലാവരും ഉന്നതരായ മഹാന്മാരായ മശായിഖന്മാർ ഓരെന്തല്ല മുക്കല്ലിദല്ലാന്ന്. അവിടെ ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞല്ലോ അഷാഫി ഫസിർത്തൽ ഹംബലിയ എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ബാഹ്യമായി അവരുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് തോന്നും ഷാഫിയാണ്, അല്ലെ യോജിച്ചു വന്നു ആ നിലക്ക് പറയാണ്. അല്ലെങ്കിൽ അവർ ഈ പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഘട്ടം മനസ്സിലായോ? അങ്ങനെയാണ് പറയുന്നത്. അതിപ്പോൾ ഏതുപോലെ ഇപ്പോൾ റസൂലിനെ കുറിച്ച് ചർച്ച ഉണ്ടല്ലോ. റസൂൽ ഈസവിയാണോ മൂസവിയാണോ? ഒരു ഉദാഹരണം, അന്നത്തെ മദബ് ഇപ്പം നമ്മൾ ഷാഫി ഇപ്പം വിദിശ ഷാഫിയാണോ അനഫിയാണോ എന്ന് പറയുന്നത് പോലെ നുബുവത്തിന്റെ മുന്നേ 40ന്റെ മുന്നേ റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? മൂസവിയാണോ, ഈസവിയാണോ, ഇബ്രാഹിമിയാണോ, എന്തായിരുന്നു എന്നൊക്കെ കിതാബിൽ ചർച്ച ഉണ്ടല്ലോ. ആ നിലക്കുള്ളൊരു കാലഘട്ടമാണത് ഒന്നുകിൽ.
അപ്പം അവർ അവരുടേതായ അവസ്ഥയിൽ പ്രത്യേകമായി ഇറങ്ങുമ്പോൾ പിന്നെ അവർ മുക്കല്ലീതല്ല, അവർ മുജിത്തൈദും അല്ല. അതെ, റസൂൽ മുജിത്തൈദല്ലല്ലോ. അള്ളാഹ് നേരത്തെ നേരിട്ട് പറയണം. അതിൻ്റെ നമ്മൾ ഫിക്കിലൊക്കെ പറയല്ലോ. അതെ. അപ്പം മഹാന്മാരങ്ങനെ ശരീഅത്ത് കൊണ്ട് അളക്കാനൊന്നും ഇപ്പോൾ ഇവിടെ ആരും ഒരുപെടണ്ട. അത് ഇബ്രീസിൽ കാണാം. ഒരു ഷെയ്ഖിനോട് ഒരാൾ, ഞാൻ ഒരു വലിയെന്ന് പറയുന്നുണ്ട്, മൂപ്പരെന്ന് എൻ്റെ അടുത്ത് അതിനുള്ള കോലില്ല എന്നാണ്. അതിന് തരപ്പെട്ട കോലില്ല എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ അളവ് പോലൊന്നും എൻ്റെ അടുത്തൊന്നും ഇല്ല. അതെ, അത് ഉണ്ടാകണമെങ്കിൽ ഈ ശരീഅത്ത് സമ്പൂർണ്ണമാണ്. ഇവിടുത്തെ ഇപ്പം നമുക്കല്ല, നമ്മുടെ നാട്ടിലെ മൂല്യന്മാരെ കഥ ഇവരൊക്കെ ഇപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആവുന്ന നമ്മുടെ മമ്പുറങ്ങൾ വലിയാവില്ല. ഇനി കോയപ്പാപ്പ ഇപ്പോൾ ഉറൂസ് കഴിഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയായിരുന്നു അവസ്ഥ? പിന്നെ നമ്മളെ ഈ ശരീഅത്ത്, നമ്മൾ മനസ്സിലാക്കുന്ന ശരീഅത്ത് കൊള്ളാത്ത ആൾക്കാരൊക്കെ മജ്ദൂബാക്കിയാൽ ഇവിടെ മജ്ദൂബല്ലാത്തൊരു വലിയൊരു ലോകത്തുണ്ടല്ലോ, റസൂലിന് വരെ ജദ്ബാവും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കാസർഗോഡ് നെല്ലിക്കുന്നു പാപ്പ, മൂപ്പരെ ശരീഅത്ത് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ മൂപ്പരെ പത്ത് കൊടുത്താണ്. ഇപ്പം എന്താ ഇപ്പം എല്ലാവരും ഉറൂസിന് പോകും. അപ്പോൾ അത് ആ കഥമിലുള്ള ആൾക്കാർ പറയും അവർക്ക് ശരീഅത്തുണ്ട്, അത് വേറെ ശരീഅത്ത്, ഹാസായ ശരീഅത്ത്, ഓരോ അതിനനുസരിച്ചേ നീങ്ങും. നമ്മൾ മനസ്സിലാക്കി എന്തോ പഠിച്ചുണ്ടാക്കുന്ന ശരീഅത്തിലൂടെ കോല് വരണം എന്ന് പറയുന്നത്, അതാണ് അബദ്ധം. അപ്പോൾ മഹാന്മാരെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വേറൊരു മഹാന്മാർ അത് അതിൻ്റെ മുമ്പിൽ മാർഗമുള്ളൂ. അത് നിലനിന്നുകൊണ്ടുണ്ടാവും. അത് മഹാന്മാർ പറഞ്ഞുകൊണ്ടുണ്ടാവും. അത് ആ വഴിക്ക് നമ്മൾ അന്വേഷിച്ച് നോക്കണം. അപ്പോൾ വിവരം കിട്ടും, ആ മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നാൾ അറിയിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ അത് ഭയങ്കര കോണ്ടാക്റ്റും ബന്ധങ്ങളായിരിക്കും. അതാണ് മാർഗം. അത് മനസ്സിലാക്കി മുന്നേറാൻ വേണ്ടി ഇതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഈ കാണുന്ന നാടന്മാർക്കും മൂല്യ കുട്ടികൾക്കൊക്കെ ശരീരത്തോടെ നടന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത അളവ് തന്നെ ആയിരിക്കും.